ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കക്കാർ അല്ലെങ്കിൽ ഈ യോഗ സാധനയിലേക്ക് വരുന്ന തുടക്കക്കാര് വിരാട് പുരുഷനെ, അതായത് ഭഗവാന്റെ ബൃഹത്തായ വിശ്വരൂപത്തെ ധ്യാനിക്കാനാണ് ശുപാർശ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ശുകദേവ ഗോസ്വാമി നിർദ്ദേശിക്കുന്നത് ഭഗവാനെ അർച്ച വിഗ്രഹത്തിൽ അഥവാ പ്രതിഷ്ഠാ വിഗ്രഹത്തിൽ തുല്യ വിജയത്തോടെ ആരാധിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനോ അഥവാ അതിൽ മനസ്സ് ഏകാഗ്രമാക്കാനോ പറ്റാത്തവർ ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കട്ടെ എന്നാണ് നിർദ്ദേശം. പ്രപഞ്ചത്തിലെ അധോലോകങ്ങൾ വിശ്വരൂപത്തിന്റെ കാലും പാദങ്ങളുമായിട്ട്, പ്രപഞ്ചത്തിന്റെ മധ്യഭാഗം ഉദരമായിട്ടും, ഊർധ്വലോകങ്ങളായിട്ടുള്ള ജലലോകവും മഹർലോകവും ഭഗവാന്റെ ഹൃദയമായിട്ടും, ഏറ്റവും മുകളിലുള്ള ബ്രഹ്മലോകം ഭഗവാന്റെ ശിരസായിട്ടും കരുതുന്നു. ആരാധകന്റെ സ്ഥിതിക്കനുസരണമായിട്ട് വിവിധ പ്രക്രിയകൾ മഹർഷിമാർ നിർദ്ദേശിക്കുന്നുണ്ട്. വിവിധ ധ്യാനങ്ങളുടെയും യോഗ പ്രക്രിയകളുടെയും ആത്യന്തികമായ ലക്ഷ്യം സ്വഗ്രഹത്തിലേക്ക് അഥവാ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാനാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഉന്നത ലോകമായിരിക്കുന്ന കൃഷ്ണധാമത്തിലോ വൈകുണ്ഠ ലോകത്തിലെങ്കിലുമോ എത്തുന്നവന് ഒരിക്കലും ഈ ഭൗതിക ജീവിത അവസ്ഥയിൽ വീണ്ടും ഇറങ്ങി വരാനിടയാവുകയില്ല. അപ്പം കൃഷ്ണ അവബോധമുണ്ടാക്കണമെങ്കിൽ ആ അഷ്ടാംഗയോഗത്തെ അനുസരിക്കണമെന്ന് കപിലാവതാരം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ അവതാരമാണ്. അത് കൃത്യമായിട്ട് അഷ്ടാംഗയോഗത്തിൻ്റെ പരിസമാപ്തി 8 യോഗങ്ങളെ കൊണ്ട് എങ്ങനെ ഭഗവത് പ്രാപ്തി സാധ്യമാണ്, സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ശക്തികളെ ആശ്രയിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇത് സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ മഹത്വം, ഇല്ലെങ്കിൽ അവരെ കീർത്തിക്കുക, ഇല്ലെങ്കിൽ അവർ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് മാത്രം ഈ ഒരു ഭഗവത് പ്രാപ്തി സാധ്യമാക്കുകയില്ല, ആക്കാൻ സാധ്യമല്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പൂന്താനമോ ഇല്ലെങ്കിൽ പട്ടഭാദരോ നാരായണ ഭട്ടതിരിപ്പാടോ ഒക്കെ നാരായണയും എഴുതി അവരുടെ കഴിവുകൾ അവർ പ്രകടമാക്കി ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അവര് ഏതൊരു ശക്തിയെ ആശ്രയിച്ച് അവർ സ്വയം ആനന്ദമയമായ ആ അവസ്ഥയിലേക്ക് ജീവൻ മുക്ത ഭാഗം കൈവരുത്തിയോ അതേ പാത തുടർന്നാൽ പോലും നമുക്ക് ഒരവസ്ഥയിലേക്ക് ഉയരാൻ സാധിച്ചോളം നിർബന്ധമില്ല. അപ്പം അവർ സാക്ഷാത്കരിച്ച ഈശ്വര ശക്തിയെ അവരുടെ സ്വഭാവം കൊണ്ട് അവരുടെ കഴിവുകളെ അവർ കണ്ടെത്തി അത് സാക്ഷാത്കരിക്കുന്നത് പോലെ നമുക്ക് ആ മാർഗത്തെ നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നേ ഉള്ളൂ. അവരുടെ ശക്തികൾ പ്രകടമായതുപോലെ ഇല്ലേ, അവരുടെ കഴിവുകൾ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ പ്രകടമായ പോലെ നമ്മൾ എത്രയൊക്കെ അത് പാരായണം ചെയ്താലും അതിന്റെ പിന്നാലെ നടന്നാലും ആ അച്ചീവ്മെന്റ് നമുക്കുണ്ടാക്കാൻ സാധിച്ചോളും നിർബന്ധമില്ല. നമുക്ക് ഏറ്റവും വലിയ അബദ്ധം നമ്മൾ ഈ അനുകരണ ഭാവത്തിൽ അതേ ഭാവത്തിലേക്ക് എത്തിച്ചേരാം, ഇല്ലെങ്കിൽ അതേപോലെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഒരു ഭക്തനായി മാറാം എന്നുള്ള ഇച്ഛയോടുകൂടിയാണ് ഇതൊക്കെയൊക്കെ പിന്നാലെ നടക്കുന്നത്. പക്ഷെ അത് ശരിക്കും അനുകരണമാണ്. അവരുടെ ഭക്തിയുടെ ശ്രേഷ്ഠതയാണ് അവർക്ക് പല അച്ചീവ്മെന്റ്സും അവരുടെ ഭക്തി കൊണ്ട് അവർ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ നേടി. അത് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ അതേ ലെവലിലേക്ക് അതേ സ്ഥിതിയിലേക്ക് എത്തിക്കൊള്ളാൻ നിർബന്ധമില്ല. പക്ഷെ ഇതൊക്കെ മാർഗദർശനമായിട്ട് മാതൃകാരൂപത്തിൽ യദ്യതാചരതി ശ്രേഷ്ഠത ദേവതാരോ ജനാഘാസയൽ പ്രമാണം കുരുതേ ലോകസ്ഥേതു അനുവർത്തത എന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഗീതയിൽ കർമ്മയോഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ പൂർവികരായിട്ടുള്ള മഹാത്മാക്കൾ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളെ അതും അതേപടി അനുകരിക്കുകയല്ല വേണ്ടത്, അതേ മാർഗത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃഷ്ണ അവബോധത്തിൽ എത്തിക്കൊണ്ട് അതിനെ അനുസരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് പറ്റുന്ന അവസ്ഥ നമ്മൾ ഇതൊക്കെ അനുകരിക്കുക ചെയ്യുന്ന അനുഗണഭാവത്തിൽ ചെയ്താൽ യഥാർത്ഥ നമ്മുടെ കഴിവുകൾ പുറത്തു വരില്ല. അവിടെ പരാബുദ്ധിയെ നമ്മൾ ആശ്രയിക്കുന്നതെന്നർത്ഥം, അവിടെ പരധർമ്മ ചെയ്യുന്നേ. അപ്പൊ നമ്മുടെ കഴിവുകളെ ഉണർത്താനുള്ള ലക്ഷ്യത്തിൽ നമുക്ക് സ്വയം ഭഗവത് ധാമത്തിലേക്ക് എത്തണം.
നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ഇൻഡിവിജ്വലി എനിക്ക് നേടണം എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മുടെ കൃഷ്ണ അവബോധത്തെ ഉണർത്തിക്കൊണ്ട് ആത്മവിചാരം ചെയ്ത് നമ്മളിലുള്ള ഞാൻ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളിലൂടെ പ്രകടമാകേണ്ട കഴിവുകൾ നമ്മളിലൂടെ പ്രകടമാകും. അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അത് തുടക്കക്കാർക്ക്. അത് വിഗ്രഹാരാധനയിലും പറയുന്നത് എന്താ? തുടക്കക്കാർക്കേ വിഗ്രഹത്തിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് പ്രത്യക്ഷത്തിൽ ഈശ്വരനെ എന്നിലിരിക്കുന്നതും ഈശ്വരനെ നമ്മുടെ ശരീരത്തിലേക്ക് ജീവൻ തന്നെ അവ്യക്ത, ശരീരം മാത്രം വ്യക്തം. അപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു ഉപാധി മാർഗമാണ് പ്രതിബിംബത്തെ പ്രതിഷ്ഠിച്ച് അത് ഈശ്വരനായി കണ്ടുകൊണ്ട് അതിനെ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് ആ ശക്തിയെ ആവാഹിക്കാൻ സാധിച്ചാൽ അതിന് നിരന്തര അഭ്യാസം വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താലൊന്നും അതും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ധ്യാനം എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലുള്ള ശക്തിയെ ഉണർത്താനാണ് ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിലുള്ള ഭക്തിയും പ്രകടന ഭക്തിയും ഈ പാരായണങ്ങളും സത്സംഗങ്ങളും ഒക്കെ അതൊക്കെ മാർഗദർശനങ്ങളാ, തുടക്കക്കാർക്കുള്ളതാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭൗതിക ശക്തികൾക്ക് അടിമയായിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒരേപോലെ നമുക്ക് ആ ഈശ്വര വിചാരത്തെ എല്ലായിടത്തും എത്കരോഷിയസിനാശിഘോഷി എന്നൊക്കെ ഭഗവാൻ പറഞ്ഞാലും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. നിരന്തരാഭ്യാസം വേണം. പല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുമ്പം ആ ഈശ്വര വിചാരത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും നമുക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കണം. അതാ തസ്മൈ സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സർവോന്നതമായിട്ടുള്ള അല്ലെങ്കിൽ സർവോന്നത ആയിട്ടുള്ള നമ്മുടെ ജീവിത ലക്ഷ്യം കൃഷ്ണധാമത്തിലോ അഥവാ വൈകുണ്ഠ ലോകത്തിലെങ്കിലുമോ എത്തുന്നവന് ഒരിക്കലും ഈ ഭൗതിക ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വരേണ്ടി വരികയില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൃഷ്ണധാമത്തിലോ വൈകുണ്ഠ ലോകത്തിലെങ്കിലുമോ എന്നെടുത്ത് പറയാൻ എന്താ കാരണം? വൈകുണ്ഠത്തിൽ പോയാലും ഒരു താൽക്കാലിക കേന്ദ്രം, അവിടുന്ന് പിന്നെ തിരിച്ചു വരേണ്ടി വരും. ബ്രഹ്മലോകത്തിന് മുകളിലുള്ള ആ സെൻട്രൽ പവറിലേക്ക് എത്താത്തിടത്തോളം കാലം എവിടെ തങ്ങിയാലും വേണ്ടില്ല, തിരിച്ചു വരേണ്ടി വരും. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠിതമില്ലാത്ത സ്ഥലം. ജൈവജയന്മാർ തന്നെ ഏതെങ്കിലും കാരണം കൊണ്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ ശാശ്വതമല്ല വൈകുണ്ഠമെന്നും നമ്മൾ വിവക്ഷിക്കുന്നതും എന്നർത്ഥം. അതിനാൽ നമ്മുടെ ആധ്യാത്മിക പ്രയത്നങ്ങളൊക്കെ ലക്ഷ്യം വിഷ്ണുവിന്റെ പാദപത്മങ്ങളാകട്ടെ, ഇല്ലെങ്കിൽ പാദപത്മങ്ങളിൽ ലയിക്കണം എന്നതായിരിക്കണം ലക്ഷ്യം. വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് തത് വിഷ്ണു പരമപദം, വിഷ്ണു ലോകം ഭൗതിക ലോകങ്ങൾക്ക് ഉപരിയാണ്, ബ്രഹ്മലോകത്തിനും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈകുണ്ഠ ലോകത്തെ സനാതനധാമമെന്നും വിളിക്കാറുണ്ട്. അവശാശ്വതമായതിൽ അത് ശാശ്വതമായതിനാൽ ഭൗതിക ലോകത്തിന്റെ സംഹാരത്തിന്റെ ഫലമായിട്ട് പോലും അവ ഒരിക്കലും സംഹരിക്കപ്പെടുന്നില്ല. ചുരുക്കത്തിൽ സർവേശ്വരനെ ആരാധിച്ച് ജീവിത ദൗത്യം പൂർണ്ണമാക്കുന്നവൻ ഭഗവത് ധാമത്തിലേക്ക് തന്നെ ആക്കാത്തവൻ, അതായത് സർവേശ്വരനെ ആരാധിച്ച് ജീവിത ദൗത്യം പൂർണ്ണമാക്കാത്തവൻ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല. മറ്റൊന്നുകൂടിയുണ്ട്, മനുഷ്യ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം നിറവേറ്റാനുള്ള അവന്റെ യത്നം പാഴായി പോയിരിക്കുന്നു എന്നർത്ഥം. മനുഷ്യ ജന്മം തന്നെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ദിവ്യമായ ജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പം അതല്ലാതെ ഭൗതിക ശക്തികൾക്കും ഭൗതികവാദികൾക്കും അടിമയായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് എത്രയെത്ര ജന്മങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നോ അത്രയെത്ര ജന്മങ്ങൾ വ്യർത്ഥമായി ഭവിക്കും എന്നർത്ഥം. സാധാരണ സംഭവിക്കുന്നത്, എല്ലാവർക്കും സംഭവിക്കുന്നത് ഇതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ തന്നെ നമ്മൾ മായയിൽ പെട്ടുകൊണ്ടാണ് യഥാർത്ഥ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി പോകും എന്നർത്ഥം. പക്ഷേ എന്നാലും എൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവൻ ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അത് നമുക്കൊരു ഗ്യാരണ്ടി ആണെങ്കിലും, പക്ഷേ ഈ ശരീരം എടുത്ത് വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. എന്ന് വരെ പൂർണ്ണമായിട്ട് ഭഗവത് ധാമത്തിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടെത്തി അതനുസരിച്ചുകൊണ്ട് ശാസ്ത്രവിധി പ്രകാരമുള്ള ആ
യോഗമാർഗത്തിലൂടെ തൻ്റെ തന്നെ ശക്തിയെ ആത്മസമർപ്പണ മാർഗത്തിലൂടെ ഭഗവാനിൽ സമർപ്പിക്കാത്തിടത്തോളം കാലം ഈ ജീവിതം പാഴായിക്കൊണ്ടേയിരിക്കും. ജീവന്റെ വിവിധ ഗണത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നത് സംബന്ധിച്ചാണ് അദ്ദേഹത്തോട് വേദങ്ങൾ നടത്തിയ അടുത്ത പ്രാർത്ഥന. അതായത് ജീവന്റെ വിവിധ ഗണത്തിൽപ്പെട്ട് അല്ലെങ്കിൽ വിവിധ അംശങ്ങൾ ഭഗവാൻ വിവിധ രൂപത്തിൽ വിവിധ നാമരൂപങ്ങളിൽ സംബന്ധിച്ചാണ് അദ്ദേഹത്തോട് വേദങ്ങൾ നടത്തിയ അടുത്ത പ്രാർത്ഥന. ജീവന്റെ ഓരോ ഗണത്തിലും രൂപത്തിലും സർവേശ്വരന്റെ ആത്മീയ അവിഭാജ്യ ഘടകത്തിന്റെ സാന്നിധ്യമാണെന്ന് ഭഗവത്ഗീത 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എല്ലാ ജീവസത്തുക്കൾക്കും ബീജം ദാനം ചെയ്യുന്ന പിതാവാണ് താനെന്നും അതിനാൽ അവരെയൊക്കെ ഭഗവാന്റെ പുത്രന്മാരായിട്ട് കണക്കാക്കണമെന്നും ഭഗവാൻ സ്വയം അവകാശപ്പെടുന്നു. പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലേക്കുള്ള സർവേശ്വരന്റെ പ്രവേശം സർവേശ്വരനും ജീവാത്മാവും തമ്മിലുള്ള ഏകത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന അമൂർത്തിവാദികളെ അമ്പരിപ്പിക്കുന്നു. സർവേശ്വരൻ വിവിധ ശരീരത്തിൽ ഓരോരുത്തരുടെയും ആത്മാവിനോടൊപ്പം പ്രവേശിക്കുന്നതിനാൽ വ്യക്തിയുടെ ആത്മാവും ഭഗവാനും തമ്മിൽ ഒരു ഭേദവുമില്ലെന്ന ആണ് അവർ കരുതുന്നത്. എന്തിനാണ് വ്യക്തിയുടെ ആത്മാവ് പരമാത്മാവിനെ ആരാധിക്കുന്നത്? ഇതാണ് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അവരുടെ അഭിപ്രായത്തിൽ പരമാത്മാവും വ്യക്തിയുടെ ആത്മാവും തുല്യനിലയ്ക്ക് ഉള്ളവരാണ്. അവർ പരസ്പര ഭിന്നരല്ല, ഒന്നു തന്നെയാണ്. എന്നാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരേ ശരീരത്തിൽ ജീവാത്മാവും ഒത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും പരമാത്മാവ് ശ്രേഷ്ഠനാണ്. അവനാണ് ഉള്ളിലിരുന്നു കൊണ്ട് വ്യക്തിയുടെ ആത്മാവിന് ബുദ്ധി നൽകുന്നത്, അഥവാ അതിന് ആജ്ഞ നൽകുന്നത്. വ്യക്തിയുടെ ആത്മാവ് ബുദ്ധി നൽകുന്നതും അഥവാ ആജ്ഞ നൽകുന്നതും സ്മൃതികൾക്ക് കാരണം പരമാത്മാവിൻ്റെ സ്വാധീന ശക്തിയാണെന്ന് ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. പരമാത്മാവിൻ്റെ അനുവാദം കൂടാതെ ആർക്കും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനാകില്ല. അതിനാൽ വ്യക്തിഗതമായിട്ടുള്ള ആത്മാവ് അതിൻ്റെ ഭൂതകാലത്തെ കർമ്മത്തിന് അനുസരണമായിട്ട് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ഈ ഭൂതകാല കർമ്മം എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നത് ഭഗവാൻ തന്നെ. വിസ്മൃതിയാണ് വ്യക്തിഗതമായിരിക്കുന്ന ആത്മാവിൻ്റെ സ്വഭാവം. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ താൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതെന്നും അവനെ ഓർമ്മിപ്പിക്കുന്നത് ഭഗവാൻ അവൻ്റെ ഹൃദയത്തിൽ ഭഗവത് സാന്നിധ്യമാണ്. വ്യക്തിഗതമായിട്ട് ആത്മാവിൻ്റെ ബുദ്ധി പ്രകടിപ്പിക്കുന്നത് തടിക്കഷ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന അഗ്നിയെ പോലെയാണ്. അഗ്നി എപ്പോഴും അഗ്നി തന്നെ. എന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് തടിക്കഷ്ണത്തിൻ്റെ വലിപ്പത്തിന് ആനുപാതികമായിട്ടാണ്. അതുപോലെ ജീവാത്മാവും പരമാത്മാവും ഗുണപരമായിട്ട് ഒന്നു തന്നെയാണെങ്കിലും അത് തൽക്കാല ശരീരത്തിൻ്റെ പരിമിതികൾക്ക് അനുസരണമായിക്കൊണ്ട് അവൻ സ്വയം പ്രദർശിപ്പിക്കപ്പെടുന്നു. അതായത് ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഓരോ ശരീരത്തിലും വിവിധ നാമരൂപങ്ങളിൽ ഓരോ ശരീരത്തിലും സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം ആബോഹനം ച എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജീവപ്രാണികളിലും ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഹൃദയമാകുന്ന ഗുഹയിൽ വസിക്കുന്നത്. അത് തന്നെയാണ് ആത്മാവ്, അത് തന്നെയാണ് പരമാത്മാവ്. അത് തമ്മിൽ സ്വഭാവത്തിലോ ഭാവത്തിലോ ഒന്നും വ്യത്യാസമില്ല. പക്ഷെ ആ ജീവാത്മാവ് താൽക്കാലികമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരത്തിനോട് ചേർന്നിരിക്കുമ്പോൾ ആ ജീവാത്മാഭാവം പ്രകടമാക്കുന്നത് ശരീരത്തിലൂടെ പ്രകടമാകുന്ന ജന്മവാസന വാസനാ ബലത്താലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ജീവാത്മാവും യഥാർത്ഥ പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ശരീരത്തിലും അതാത് ശരീരങ്ങളിലുള്ളതായ കർമ്മവാസന സ്വഭാവം ഇഷ്ടാനിഷ്ടങ്ങള് പൂർവജന്മാർജിതമായുള്ള വാസനാബലങ്ങൾ ഓർമ്മിപ്പിച്ച് തരുന്നത് പരമാത്മാവിൻ്റെ ശക്തി തന്നെയാണ്. അത് ഈ ആത്മാവിനെ ജീവാത്മാവിനെ മീഡിയേറ്ററാക്കി ശരീരത്തിലേക്ക് എത്തി ഇന്ദ്രിയ മനോബുദ്ധികളിൽ പ്രവർത്തിക്കുന്നത് അനുസരിച്ചു കൊണ്ടായിരിക്കും നമ്മുടെ സ്വഭാവം. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതനുസരിച്ച് പ്രവർത്തിച്ചാലും അതിൽ നിന്നുണ്ടാകുന്ന കർമ്മബന്ധനങ്ങളൊന്നും ഈ ജീവാത്മാവിനെ ബാധിക്കില്ല. എപ്രകാരം നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവന്ന്
അത് എല്ലാ യന്ത്രങ്ങളിലേക്കും സർക്യൂട്ട് വഴി എത്തിക്കുന്നത് ആ ശക്തി ഒന്ന് തന്നെയാണ്. പക്ഷെ ആ ഇലക്ട്രിസിറ്റി, ആ കറണ്ട് ഫാനിൽ പ്രവർത്തിക്കുന്നത് പോലെ ആയാലും ആ ലൈറ്റിൽ പ്രവർത്തിക്കുക. അതിന് എന്തിനു വേണ്ടിയിട്ടാണോ അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ ആ യന്ത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അത് പ്രകടമാക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഫാനിൻ്റെ സ്വഭാവം ലൈറ്റിനോ, ലൈറ്റിൻ്റെ സ്വഭാവം മിക്സിക്കോ, മിക്സിയുടെ സ്വഭാവം ടി വിക്കോ ഒന്നും കാണിക്കാൻ സാധിക്കുക. അതിലെല്ലാം സർക്യൂട്ട് ചെയ്യുന്ന ഒരേ എനർജി തന്നെയാണ്. ഇതേ പോളിസിയാണ് പരമാത്മാവിൻ്റെ അംശം ജീവാത്മാവ് ഓരോ ശരീരത്തിലും പ്രവേശിച്ച് എല്ലാ പ്രാണികളിലും ഭഗവാൻ തന്നെ ഹൃദയകമലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഓർമ്മയും മറവിയും അറിവും ഉണ്ടാക്കി കൊടുക്കുന്നത് ഭഗവാനാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും മറന്നു പോകുന്നുണ്ടെങ്കിൽ, മറന്നിരിക്കാനുള്ള കാരണം നമുക്ക് ഏതെങ്കിലും വസ്തുവിനെ, എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ പോലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആത്മശക്തിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ആത്മാവാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിലും 15-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജീവാത്മാ പരമാത്മാ ബന്ധത്തെ ശരിക്ക് ആത്മബോധത്തിലൂടെ മനസ്സിലാക്കിയിട്ട് ആ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് തൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ജീവാത്മാവ് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഭക്തി യുദ്ധ സേവനങ്ങളിൽ വ്യാപരിക്കാൻ അർത്ഥം. അതുകൊണ്ടാണ് ആ ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് കർമ്മത്തിൽ വ്യവഹരിക്കണം. കർമ്മത്തിൻ്റെ വ്യവഹാരത്തിന് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കരുതെന്നർത്ഥം. അവിടെയാണ് നമുക്ക് പറ്റുന്നത്. ഇത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. അടുത്ത ദിവസം അടുത്ത ഭാഗം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.